ആകെപ്പാടെ കരഞ്ഞ് തളർന്ന് ഇനി എൻ്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കൊന്നും ഒരു വർഷം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് വരും. ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഈസി ആവണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് എക്സാം ഹോളിൽ കയറാൻ പറ്റണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഒരു ഇരട്ടി മധുരമായിരുന്നു. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം മനസ്സിലൊരു കുറ്റബോധം വരുന്നുണ്ട്. പുറമേ നിന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, പരിഹസിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്, ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. കാരണം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നീറ്റ് സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മുടെ നീറ്റ് 2025 എക്സാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങളിൽ പലരും ഞാൻ ഫേസ് ചെയ്ത സെയിം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തന്നെ നീറ്റ് സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ പലർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഒന്നോ രണ്ടോ പേർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായാലും എനിക്ക് വളരെ സന്തോഷം. ഞാനും പല പ്രശ്നങ്ങളെ നേരിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഒരിക്കലും ഒരു ബുജ്ജി എന്ന് പറയുന്ന ഒരു ടൈപ്പൊന്നും അല്ല. എനിക്ക് കുറേ സമയം എടുക്കുന്ന ഒരു ടൈപ്പാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയൊരു കാര്യമായാലും കുറേ സമയം എടുത്ത് പഠിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ ഉള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ മാത്രമല്ല, എൻ്റെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ജീവിതം പല ദിവസങ്ങളിലും ഞാൻ ഹോസ്പിറ്റലുകളിലായിരുന്നു. ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ കൂടെയൊക്കെ ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ് കുട്ടിക്കാലം മുതലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലുകളിൽ ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു വൈറ്റ് കോട്ടിനോടും ആ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരോടൊക്കെ എനിക്ക് പ്രത്യേക ഒരു ആരാധനയൊക്കെ തോന്നിയിട്ടുണ്ട് കുഞ്ഞുനാൾ മുതലേ. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാവിയിൽ ഇന്ന ആളാവണം, ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തോന്നിയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. എനിക്കിഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ, ആ ഒരു പ്രൊഫഷനാണ്. ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്. അവിടെ 1, 2, 3 ദിവസം ഹോസ്പിറ്റലുകളിൽ രാത്രി ചിലവഴിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ഡോക്ടേഴ്സിൻ്റെ നഴ്സുമാരെ ആയിരുന്നു. കാരണം എനിക്ക് അവരുടെ വല്ലാത്തൊരു ഇഷ്ടവും ഒരു ആരാധനയൊക്കെ ഉണ്ട്. അങ്ങനെ +2ഉം 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടിയാണ്. എന്നിട്ട് പെട്ടെന്ന് +2ൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് ആ ഒരു ഫേസ് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് +2ൽ നേരിടേണ്ടി വന്നു. ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ വേണ്ടി പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വരുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ ഫേസ് ചെയ്ത് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ സമയത്താണ് പിന്നീട് ഇനി എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അതുവരെയും എനിക്ക് ഇന്ന വ്യക്തി ആവണമെന്നോ ഡോക്ടർ ആവണമെന്നോ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു പ്രൊഫഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, അത്യാവശ്യം ചിലവും പൈസ ചിലവൊക്കെ ഉള്ള, നമുക്ക് പഠിക്കാനായാലും ഇപ്പം എൻട്രൻസിന് പോകണമെങ്കിൽ കോച്ചിങ്ങിനായാലും നല്ല രീതിയിൽ പൈസയൊക്കെ ചിലവാകുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഇന്ന വ്യക്തി ആവണം എന്നുള്ളൊരാഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ +2 ഒക്കെ എത്തുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പോഴായിരിക്കും നമ്മളിൽ പലരും ഇനി എന്ത് പഠിക്കണം, ഇനി ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പോഴും നമുക്ക് പൊതുവേ ഉള്ളൊരു ഓപ്ഷൻ ഒന്നെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ നീറ്റ് എക്സാം എഴുതി എൻട്രൻസ് എഴുതുക എന്നുള്ളതാണ്. ആക്ച്വലി എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഡിഗ്രിക്ക് പോകാനും എഞ്ചിനീയറിങ്ങിന് പോകാനൊന്നും താല്പര്യമില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയണം, എനിക്ക് ആ ഒരു ഫീൽഡൊന്നും ഇഷ്ടമല്ല. എനിക്ക് ആകെപ്പാട് എനിക്കിഷ്ടമുള്ളത് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരാനായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡിഗ്രി ഇഷ്ടമല്ലാതെയും ഡിഗ്രിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ഡിഗ്രിക്കൊക്കെ പോകാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്, കാർത്തൂൻ്റെ അമ്മ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റി പറയുന്നു, മോളെ ഇപ്പോൾ കാർത്തൂൻ ഇങ്ങനെ ബ്രില്യൻറ്റിൽ പോയി പഠിക്കണമെന്നൊരാഗ്രഹം, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നീറ്റ് എഴുതിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, എനിക്കതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ കോച്ചിങ്ങിന് അത്രയും ഫീസൊന്നും കൊടുത്ത് പഠിക്കാനുള്ള ഒരു ഇതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇല്ല മോളെ, നമുക്ക് ബ്രില്യൻറ്റിൽ കുറേ സ്കോളർഷിപ്പൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത്രയും പൈസ ചിലവൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ബ്രില്യൻറ്റിൽ തന്നെ കോച്ചിങ്ങിന് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. ആക്ച്വലി അങ്ങനെ പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, പലരും എന്നെ സഹായിച്ചു. പലരുടെയും സഹായത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ 1 വർഷം നീറ്റിന് വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രില്യൻറ്റിൽ എത്തുവാണ്.
അവിടുത്തെ പഠനത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അവിടുത്തെ ഹോസ്റ്റൽ ലൈഫ് ആയാലും എല്ലാം കുറേ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഫോണൊക്കെ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ വിളിക്കാൻ തരത്തുള്ളൂ. മാത്രമല്ല ഫുള്ളൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ അതൊക്കെ നേരിട്ട് അവിടെ പിടിച്ച് നിൽക്കും. അങ്ങനെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അവിടുത്തെ വീക്ക്ലി പെർഫോമൻസൊന്നും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചു. പക്ഷേ എനിക്ക് നല്ലൊരു റാങ്ക് ഒന്നും ആയിരുന്നില്ല അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്, അവിടുത്തെ വീക്ക്ലി എക്സാമിൽ കിട്ടിക്കൊണ്ടിരുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ +2 തിയറി ലെവൽ പഠിച്ചിട്ട് പെട്ടെന്ന് MCQ ടൈപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ ഞാൻ ഫേസ് ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്, ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. കാരണം എനിക്ക് ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്നിട്ടും ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. കാരണം നമുക്ക് എത്തേണ്ട ലക്ഷ്യം എന്ന് വെച്ചാൽ അത്രയും ഒരു വലിയൊരു പൊസിഷനാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ പലതും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൊറോണയൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും മോഡൽ എക്സാമിൻ്റെയൊക്കെ ടൈം ആവുന്നു, നീറ്റൊക്കെ അടുത്ത് എത്തി. ആ സമയത്ത് അറിയാലോ, ബ്രില്യൻറ്റിൽ അത്യാവശ്യം എല്ലാവരും നല്ല പഠിക്കുന്ന സ്റ്റുഡൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും റാങ്ക് കാണുമ്പോഴും ഞാൻ ആകെപ്പാട് ഡൗൺ ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർക്ക് നമുക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ അവിടുത്തെ റാങ്ക് ലിസ്റ്റൊക്കെ കിട്ടും. നമുക്ക് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മുടെ റാങ്ക് തരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി, സ്ട്രെസ്സായി. ഇനി എനിക്ക് വയ്യെന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അങ്ങ് ഇതായിട്ടുണ്ട്. പിന്നെ വീട്ടുകാർ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നത്. കാരണം പല എക്സാം കഴിയുമ്പോഴും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് എനിക്ക് പറ്റിയ സംഭവം അല്ലെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവസാനം എങ്ങനെയോ അതൊക്കെ ഫേസ് ചെയ്ത് നീറ്റ് എക്സാം വന്നു. നീറ്റ് എക്സാം എഴുതി. എനിക്കും എൻ്റെ ഫ്രണ്ട് ആരതിക്കും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് ട്രിവാൻഡ്രം ദന്തൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് BDS കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ സങ്കടം ഉണ്ടായിരുന്നു. കാരണം MBBS കിട്ടിയില്ലല്ലോ എന്ന ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം BDS എന്ന് പറയുന്ന ഒരു ചെറിയ കോഴ്സല്ല, അതിനുവേണ്ടി അതെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ എൻ്റെ വീട്ടുകാർ ഹാപ്പി ആയിരുന്നു. BDS ആണെങ്കിലും ഡോക്ടറാണല്ലോ, അപ്പം ആ BDSന് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ ഹാപ്പി ആയിരുന്നു. ഞാനും ഒരു കണക്കിന് നോക്കിയാൽ ട്രിവാൻഡ്രം ദന്തൽ കോളേജിൽ കിട്ടുക എന്ന് പറയുന്നത്, അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ ഞാനും ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വീട്ടുകാരോട് പറയാൻ പോലും പറ്റത്തില്ല. കാരണം എനിക്ക് ഒന്നും കൂടി ഒരു വർഷം കൂടി കളയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്ക് അതിൻ്റേതായിട്ടുള്ള വീണ്ടും കോച്ചിങ്ങിനൊക്കെ പോകുന്ന പറയുമ്പോൾ വീണ്ടും പൈസ ചിലവാണ്. അപ്പോൾ ഒന്നും കൂടി കോച്ചിങ്ങിന് പോവുക, ഒന്നും കൂടി നീറ്റ് എഴുതാനൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചു, പക്ഷെ നമുക്ക് BDS ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ അഡ്ജസ്റ്റ് ആവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ BDSന് തന്നെ പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ BDS ദന്തൽ കോളേജിൽ, ട്രിവാൻഡ്രം ദന്തൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നു. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊടുത്ത് അഡ്മിഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നിട്ട് അപ്പോഴും ഒരു മനസ്സിലൊരു കുറ്റബോധം വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് തോട്ട്സൊക്കെ വരുന്നുണ്ട്. എടുത്ത തീരുമാനം ശരിയാണോ, നിനക്ക് BDS ഇഷ്ടമാണോ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഒരു വർഷം കൂടി ചെയ്യാമെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് വരെ ഡൗട്ട് തോന്നി. കാരണം എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഇനി ഒരു പ്രാവശ്യം കൂടി കോച്ചിങ്ങിന് പോകുന്ന എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് തന്നെ മതി എന്നുള്ള രീതിയിൽ, ഇനിയിപ്പോൾ എന്തായാലും ഇത് തന്നെ മതി. ഡിഗ്രിക്കും വേറെ ഇഷ്ടമല്ലാത്ത വേറൊരു കോഴ്സിന് പോകേണ്ടി വന്നില്ലല്ലോ, മെഡിക്കൽ ഫീൽഡ് തന്നെയാണല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ BDSന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തു. അതിനുശേഷം ആ ഒരു സമയത്താണ് എൻ്റെ വല്യമ്മയ്ക്ക് വയ്യാതാവുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഞാൻ ആ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു 3 ദിവസം അവിടെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ എൻ്റെ ചിന്ത മുഴുവൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച്. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. വീട്ടുകാർ സപ്പോർട്ടാണ്, BDSന് എന്നെ പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറ്റബോധം. കാരണം ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ, എനിക്ക് BDS ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നതെന്നൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ദിവസങ്ങളിലൊന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഡോക്ടേഴ്സ് വല്യമ്മയെ ചികിത്സിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവരെ ഫുള്ളി ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ മനസ്സിൽ വീട്ടുകാരോട് പറയണം, പക്ഷേ അവർ സമ്മതിക്കുമോ ഇല്ലെന്നൊക്കെ ഉള്ളൊരു പേടി. അവർ എന്തായാലും 1 വർഷം കൂടി ഇതിന് വേണ്ടി മെനക്കെടാൻ അവർ സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഈ ഒരു കാര്യം പറഞ്ഞു, ഞാൻ 1 വർഷം കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കാരണം BDS എന്ന് പറയുന്നത് നല്ല ഒരു കോഴ്സ് തന്നെയാണ്, ഡോക്ടർ തന്നെയാണ്, അപ്പോൾ അത് തന്നെ പോയാൽ മതി, ഇനി ഇതെല്ലാം കളഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വന്നു. വേണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരു തീരുമാനമില്ലല്ലോ, BDSന് തന്നെ പോകാനുള്ള ഇതിലായി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ അന്നത്തെ ദിവസം എന്തോ എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന സമയം മുഴുവൻ എൻ്റെ മനസ്സിൽ അങ്ങനെ MBBS തന്നെ വേണം, MBBSന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വന്നു. പക്ഷേ എൻ്റെ സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇഷ്ടം അല്ലാഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ എന്തോ താല്പര്യം ഇല്ലാഞ്ഞിട്ടും ഞാൻ ആ ഒരു കോഴ്സിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ഡോക്ടർ നമ്മളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണോ, നിങ്ങൾക്ക് BDS ഇഷ്ടമാണോ, BDSന് പോകാൻ തന്നെയാണോ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതെ ഡോക്ടറെ, നമ്മൾ BDSന് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് 1 വർഷം കൂടി ഒന്ന് ട്രൈ ചെയ്തുകൂടെ, 1 വർഷം കൂടി ട്രൈ ചെയ്താൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി 1 വർഷം കൂടി കളയാനുള്ള ഒരു പേടിയുണ്ട്, കാരണം ഇനി കിട്ടില്ലേ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് ഇഷ്ടമല്ല, BDSൽ താല്പര്യമില്ല, അവൾക്ക് MBBS തന്നെയാണ് ഇഷ്ടം, പിന്നെ ഞാനും ഉണ്ട്, വീട്ടുകാർ സമ്മതവും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും താല്പര്യമില്ലാതെ ഒരു കോഴ്സിനും പോകരുത്, ഇപ്പോൾ ഏത് കോഴ്സായാലും നിങ്ങൾ ഇഷ്ടമല്ലാതെ പോകരുത്. അതുമല്ല നിങ്ങൾ 1 വർഷം കൂടി ഇതിനു വേണ്ടി ശ്രമിച്ചാൽ അത് ഒരിക്കലും ഒരു നഷ്ടമല്ല, ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് MBBS കിട്ടിയാലൊന്ന് ഡോക്ടർ പറയണം. അങ്ങനെ ഡോക്ടർ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് സംസാരിച്ചു. നമ്മൾ വീട്ടിലോട്ട് പോയില്ല, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു. നമ്മൾ എടുത്ത തീരുമാനം ശരിയാണോ, ഇനി എന്ത് ചെയ്യണം, വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവരുടെ എതിർത്തുകൊണ്ട് എങ്ങനെ നമുക്കിങ്ങനെ ഒരു ഡിസിഷനിൽ എടുക്കാൻ പറ്റും. അങ്ങനെ അവസാനം നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ശിവൻ സാറിനെ വിളിക്കുവാണ്, ബ്രില്യൻറ്റിലെ ശിവൻ സാറിനെ വിളിക്കുവാണ്. സാറിനോട് ചോദിച്ചു BDSൽ ഇരുന്നുകൊണ്ട് നമുക്ക് MBBS എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ MBBS കിട്ടുവാണെങ്കിൽ 5 ലക്ഷം രൂപയോളം ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും 5 ലക്ഷം രൂപയൊന്നും കൊടുക്കാനുള്ള ഒരു സ്ഥിതിയൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ BDSൽ ഇരുന്നിട്ട് എഴുതാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതാകുമ്പോൾ വീട്ടുകാരുടെ സമ്മതവും കിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാതായി. പിന്നെ സാറ് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം, നാളെ 1 ദിവസം കൂടി ഉള്ളൂ, ലാസ്റ്റ് നാളെ കൂടി ആകുമ്പോഴത്തേക്ക് അഡ്മിഷൻ ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TC കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ഞാൻ പറഞ്ഞില്ല, പല പല തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ നമ്മൾ അവസാനം ഞാനും അവളും കൂടി ഒരുമിച്ച് തീരുമാനം എടുക്കുന്നു, നമ്മൾ TC വാങ്ങിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാരെ എതിർത്ത് കൊണ്ട് തന്നെ നമ്മൾ ദന്തൽ കോളേജിൽ പോവുകയാണ് TC വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ടിസ്റ്റ്, അവർ TC തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആവാൻ പോകുന്നത്, അതുകൊണ്ടിട്ട് അവർ TC തരത്തില്ലെന്ന് പറഞ്ഞു. അവർ നമ്മൾ എൻട്രൻസ് ഓഫീസിൽ പോയി അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം TC തരാമെന്ന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് അവിടുത്തെ എൻട്രൻസ് ഓഫീസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഭാഗ്യം, നമ്മൾ നേരെ അവിടെ എൻട്രൻസ് ഓഫീസിൽ പോകുന്നു. അവിടെയും അവരാദ്യം നമുക്ക് സമ്മതിച്ചില്ല, നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറേ അവരോട് സംസാരിച്ചപ്പോഴത്തേക്കുമാണ് അവർ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിൽ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ നമുക്ക് TC നമ്മളൊരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് TC വാങ്ങിച്ചു, എല്ലാ ഡോക്യുമെൻറ്റ്സും തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. സത്യം പറയാമല്ലോ, ആ ഒരു നിമിഷം, ആ ഒരു KSRTC ബസ്സിൽ ഇങ്ങോട്ടുള്ള യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്താണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ചിന്തകളും പല ചോദ്യങ്ങളും, ഇനി എങ്ങനെ മുന്നോട്ട്, ഇനി എങ്ങനെ, കാരണം എല്ലാം നമ്മൾ നേടിയെടുത്തത് 1 വർഷം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് വരുവാണ്. എല്ലാ TC വാങ്ങിച്ച് ഇനി നമുക്ക് BDS വേണമെന്ന് പറഞ്ഞാൽ പോലും ആ സീറ്റ് നമുക്ക് കിട്ടത്തില്ല, നമ്മൾ അത് വിട്ടുകൊടുത്തു. അപ്പോൾ ആകെപ്പാട് നമുക്കുള്ളതെന്ന് പറയുന്നത് ബ്രില്യൻറ്റിന് കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽസ്, ഇനി ഒന്നും കൂടി കോച്ചിങ്ങിന് പോകാനുള്ള ഒരു സ്ഥിതി പോലും അല്ല. അപ്പം നമ്മൾ മാത്രം, നമ്മുടെ മൈൻഡും പിന്നെ അവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉള്ളത്. അതും വീട്ടുകാരുടെ എതിർപ്പിലാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനും കൂടി എടുക്കുന്നത്. ഒന്നും കിട്ടാതെ ആണെങ്കിൽ ഓക്കെ, ഇത് പിന്നെ BDS കിട്ടിയിട്ടും അത് കളഞ്ഞിട്ടാണ് നമ്മൾ പുതിയൊരു ഇതിലേക്ക് ഒന്നും കൂടി ചെയ്യാമെന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും സത്യം പറഞ്ഞാൽ ഫുള്ള് ടെൻഷനും സ്ട്രെസ്സും, മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു.
അങ്ങനെ വീട്ടിലെത്തുന്നു. നമ്മളന്ന് തീരുമാനിക്കുന്നു ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. ഒരു വർഷം ആ ഒരു പഠനത്തിന് വേണ്ടി ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യും, സിൻസിയറായിട്ട് തന്നെ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. എന്നിട്ട് ആ ഒരു വർഷം ഫുള്ളായിട്ട് പഠിത്തത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ചു. ഇപ്പോൾ വീടിനടുത്തൊരു കല്യാണം വന്നാൽ പോലും ഞാൻ വീട്ടുകാരോട് പോകാറില്ലായിരുന്നു. എന്തായാലും ഇത് നേടിയെടുത്തേ പറ്റുന്നുള്ള ഒരു വാശിയും ഉണ്ടായിരുന്നു. കാരണം പുറമേ നിന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, പരിഹസിക്കുന്നുണ്ടായിരുന്നു. കാരണം ഉള്ളത് കളഞ്ഞിട്ട് ഇതെടുക്കുമ്പോൾ ഉള്ള മറ്റുള്ള നമ്മളെക്കാട്ടി കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉള്ളത് അറിയാമായിരിക്കുമല്ലോ, ഒന്നുകിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ മറ്റുള്ള പലർക്കും ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ പലതും പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ച എല്ലാ ഇഷ്ടങ്ങളും ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഡെഡിക്കേഷനോടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കറിയില്ല, അന്ന് ഒരു കൊറോണ സമയം കൂടിയാണ്. അപ്പം ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിലാണ്, എല്ലാം ഫേസ് ചെയ്തിട്ടാണ് പഠിത്തത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഒരിക്കലും ഞാൻ മാത്രമാണ് പെൺകുട്ടിയായിട്ടുള്ളത്. അപ്പം ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അപ്പം വല്യമ്മയ്ക്ക് വയ്യാതായ സമയത്ത് ഞാനാണ് കൂടെ പോകുന്നത് ബൈസ്റ്റാൻഡറായിട്ട്. അപ്പോൾ 1, 2, 3 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുസ്തകങ്ങളിലൂടെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് പഠിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ ആ ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന നോട്ട്സൊക്കെ ഉണ്ടല്ലോ, ഷോർട്ട് നോട്ട്സ്, ഇക്വേഷനൊക്കെ എഴുതിയ നോട്ട്സ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്നൊന്നും അറിയത്തില്ല, ഞാൻ ഹോസ്പിറ്റലുകളിലെ വരാന്തകളിൽ ഞാൻ അവിടുത്തെ സ്റ്റെപ്പിലൊക്കെ കൊതുകുകടി കൊണ്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആകപ്പാടെ ഫുള്ള് ടെൻഷനായിരുന്നു. വേറൊരു ഓപ്ഷനില്ല, ഒരു വർഷം കൂടി വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലുകളിൽ രാത്രി ഇരുന്ന് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് മൂത്തമ്മയ്ക്ക് കൊറോണ വരുന്നത്. കൊറോണ പിടിച്ചു. അപ്പോൾ ഞാനും കൂടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. എനിക്കും കൊറോണ ആണെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ ഞാനൊരു ബാഗിൽ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സും എല്ലാ കാര്യങ്ങളും വെച്ച് പാക്ക് ചെയ്തിട്ട് ക്വാറൻറ്റൈനിൽ ഇരിക്കാൻ പോകാൻ തന്നെ തീരുമാനിച്ച് പോവുകയാണ്. കാരണം എനിക്ക് പോസിറ്റീവ് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായിരുന്നു. അങ്ങനെ ദൈവത്തിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ഓട്ടോയിൽ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് ഒരു രാത്രി സമയമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ പുസ്തകങ്ങൾ ആ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നു പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് എഴുതിയ നോട്ട്സും എല്ലാം ഞാൻ വിചാരിച്ച എൻ്റെ അനിയൻ എടുത്തിട്ടുണ്ടാവുന്നു. പക്ഷെ അത് മറന്നു പോവുകയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആകപ്പാടെ കരഞ്ഞ് തളർന്ന് ഇനി എൻ്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ ഒരു കോണ്ടാക്റ്റ്, അയാളുടെ വണ്ടിയുടെ നമ്പറോ ഒന്നും തന്നെ കയ്യിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള, എനിക്കിപ്പോൾ ഇനി അത് തിരിച്ച് കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് അത് കണ്ടുപിടിക്കാം, എന്തായാലും അയാൾ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, വിഷമിക്കണം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് എല്ലാം അവസാനിപ്പിച്ചാലും ഒന്നും വരെ ചിന്തിച്ച് പോയി. ഇപ്പം ഞാനിതിങ്ങനെ ഈസി ആയിട്ട് പറയുമെങ്കിലും അന്ന് അത് ഫേസ് ചെയ്ത സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അത്രയധികം ഒരു ഭയങ്കര വലിയൊരു അവസ്ഥയായിരുന്നു. എത്ര ചെറിയ വിഷമങ്ങളായാലും അത് ഫേസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആ ഓട്ടോയിൽ ആ ചേട്ടൻ എൻ്റെ ബുക്കിലുണ്ടായിരുന്ന ഒരു എൻ്റെ നമ്പർ തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ദൈവത്തെ പോലെയാണ് ഞാൻ ഇപ്പോഴും ആ ഒരു ഓട്ടോ ചേട്ടനെ കാണുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഇവിടെയും പിള്ളേരുണ്ട്, പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, അറിയാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ പുസ്തകങ്ങളൊക്കെ എനിക്ക് തിരിച്ച് കിട്ടി. അങ്ങനെ പല ദിവസങ്ങളിലും ഇരുന്ന് കരഞ്ഞിട്ട് വരെ ഉണ്ട്, ഒന്നിനും പറ്റാതെ. നമുക്കിപ്പോൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് ഒരുപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പം എല്ലാ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ടായാൽ പോലും നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ ബുക്ക് തുറന്നാൽ മുഴുവൻ ചിന്തകളായിരിക്കും. ഇനിയും കിട്ടുമോ, ഇനി എഴുതിയാലും അഡ്മിഷൻ കിട്ടുമോ, എക്സാം ടഫായിരിക്കുമോ, എക്സാം ഹോളിൽ പോകുമ്പോൾ മറന്നു പോകുമോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളും ഫുള്ള് സ്ട്രെസ്സായിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം വീട്ടുകാരുടെ പോലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ സ്വാഭാവികമാണ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതിനെ എക്സ്ട്രീം ലെവലൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ആ ഒരു എക്സാം ഹോളിൽ എത്തിയാൽ മതിയായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. എക്സാം ഈസി ആവണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് എക്സാം ഹോളിൽ കയറാൻ പറ്റണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ എക്സാം ഹോളിൽ കയറുന്നു, എക്സാം എഴുതുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ എക്സാം പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്കന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കീയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം മാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും, എത്ര മാർക്കൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് മാർക്കൊക്കെ നോക്കി ഏകദേശം മനസ്സിലായി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടും എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്വാസം വിട്ടത്. അപ്പോഴാണ് ഒരു സമാധാനമായത്.
അതുവരെ ടെൻഷനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നേരിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ വേറൊരു കോഴ്സ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി ഒരു വർഷം കൂടി വേസ്റ്റ് ആക്കണോ, നഷ്ടപ്പെടുത്തണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. പലർക്കും ഇപ്പോഴത്തെ എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ പലരും വിചാരിക്കും ഇനിയും വേസ്റ്റ് ആക്കണം, ഇനിയും എക്സാം ടഫായാൽ ഈ ഒരു വർഷം വേസ്റ്റ് ആവത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, വേറെ കോഴ്സ് കഴിഞ്ഞ് വന്നവരുണ്ട്. 1, 2, 3 അല്ല 4 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ മതി എന്ന് തീരുമാനിച്ച് വന്ന പലരും ഉണ്ട്. അത് ഒരു കോച്ചിങ്ങിന് പോവാതെ സ്വന്തമായിട്ടിരുന്ന് പഠിച്ച വ്യക്തികൾ വരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് 1 വർഷമോ 2 വർഷമോ വേസ്റ്റല്ല, ഒരിക്കലും അതൊരു നഷ്ടമല്ല. നമ്മൾ ഇഷ്ടമില്ലാതെ ഒരു കോഴ്സിന് പോകുന്നതിനെക്കാട്ടി നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. എത്ര സമയം എടുത്താലും അത് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും അങ്ങനെ പോയിട്ടുള്ള ഒരു അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ 1-2 വർഷം പോകാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല. കാരണം ഭാവിയിൽ പിന്നീട് അന്ന് ഞാൻ ഒന്നും കൂടി 1 വർഷം കൂടി റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എക്സാം എഴുതിയിരുന്നെങ്കിൽ എനിക്ക് നല്ല റാങ്ക് കിട്ടി, ചിലപ്പോൾ MBBS അഡ്മിഷൻ കിട്ടിയേനെ എന്ന് പിന്നീട് ആലോചിച്ച് റീഗ്രെറ്റ് അടിച്ചിട്ടൊരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ പലർക്കും വീട്ടുകാർ സപ്പോർട്ട് അല്ലാതിരിക്കാം. ചിലർ വീട്ടുകാർ ഫോഴ്സ് ചെയ്ത് എക്സാം എഴുതിപ്പിക്കുന്നതും ഉണ്ടാകും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. എപ്പോഴും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ MBBS തന്നെയല്ല, ഇപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സാണ് ഇഷ്ടമെങ്കിൽ അതിന് പോവാം. ഒരിക്കലും വീട്ടുകാർ അവരെ നിർബന്ധിക്കരുത്, ഇന്ന കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കരുത്. ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിൽ നമുക്ക് നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ, ചിലർ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹമുള്ളവരായിരിക്കാം, അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫീല്, പ്രത്യേകിച്ച് അത്രയും ആഗ്രഹിച്ച് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഇരട്ടി മധുരമായിരുന്നു. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് കുറേ കരഞ്ഞ്, അത് കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു അഡ്മിഷനൊക്കെ കിട്ടിയ സമയത്ത്. പിന്നെ ആ ഒരു വൈറ്റ് കോട്ട് ഇടുന്ന ആ ഒരു മൊമെൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ആ ഒരു ഫീലൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. MBBS ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്നെക്കാട്ടി കഴിവുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ നേടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും, ഷുവറാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ വരാൻ ഭയങ്കര കഴിവുള്ള വ്യക്തിയാവണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ ഉള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അതിനിപ്പോൾ 10ലും +2ലും ഫുൾ A+ വേണം, അല്ലെങ്കിൽ നല്ല മിടുക്കിയായിരിക്കണം, ഭയങ്കര കഴിവ് വേണം, ബ്രില്യൻ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു കണ്ടീഷനും ഇതിന് ആവശ്യമില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പലതും ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞൊരു സമയം വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം വരെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കാര്യവും വെറുതെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, പലതും ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നും എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഉറപ്പായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ കഴിഞ്ഞ എക്സാമിനെ കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്കൊക്കെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. അല്ലെന്നുള്ളവർ എന്ത് ചെയ്യുക, ഇനി ഒന്നും കൂടി നല്ല രീതിയിൽ പരിശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ നീറ്റ് ഈ എക്സാം പോലെ തന്നെ ആയിരിക്കണമെന്നില്ല അടുത്ത എക്സാം. ചിലപ്പോൾ ഈസി ആവാൻ, ചിലപ്പോൾ ടഫ് ആവാം. അപ്പോൾ എന്തൊക്കെ ആയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക. റാങ്ക് വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് മാർക്കൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് വരും. അപ്പം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞല്ലോ, ഇനി കുറച്ചൊക്കെ എൻജോയ് ചെയ്യുക. ബാക്കിയൊക്കെ റിസൾട്ട് വന്നിട്ട് കാണാം. റിസൾട്ട് വരുന്നത് വരെ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.